ചില ബിസിനസ് ഓണേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ലീഡ് ഒരുപാട് വരുന്നുണ്ട്. ലീഡിന് ഒരു കുറവില്ല. പക്ഷേ എൻഡ് ഓഫ് ദ മന്തിൽ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സിന്റെ ഒരു കോമൺ ഇഷ്യൂ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലീഡ്സ് എത്ര വരുന്നു എന്നതിലല്ല കാര്യമുള്ളത്. നമ്മൾ ഈ ലീഡ്സിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ബിസിനസ്സിലെ കാര്യം ഇരിക്കുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചിലപ്പോൾ നമുക്ക് ഈ ലീഡുകൾ വന്നത് എല്ലാ ലീഡ്സും ഒരേപോലെ ആയിരിക്കില്ല നമ്മളെ ലീഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് വന്ന് കാണാം. ചിലപ്പോൾ ചില ലീഡ്സുകളൊക്കെ വളരെ നോയ്സി ലീഡ്സ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ട ആളുകളായിരിക്കില്ല ഈ ഒരു ലീഡ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ ശരിക്കും നമ്മൾ അവിടെ ലീഡ്സിനെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യേണ്ട സംഭവം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ലീഡ് മാഗ്നറ്റ്, നമ്മൾ എങ്ങനെയാണോ ആരെയാണോ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ക്യാമ്പയിനിങ് നടത്തുന്നത്, ശരിക്കും ആ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിലേക്ക് നമ്മൾ ആയിരിക്കില്ല നമ്മളുടെ ലീഡ് മാഗ്നറ്റ് ചെന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ലീഡ്സ് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആയിരിക്കില്ല നമുക്ക് സർവീസ് കൊടുക്കണ്ടേ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ലീഡ്സ് വരുന്നുണ്ട്, ചിലപ്പോൾ നല്ലപോലെ കൺവേർഷൻ ഒക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ വളരെ ചെറിയ ലോ ടിക്കറ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ് നടക്കുന്നത്. ഈ 3 പ്രശ്നങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത്ര പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റാത്തത്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം, നമ്മളുടെ ചെയ്യേണ്ട ഒരു ആക്ഷൻ ഐറ്റംസ് 3 ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, എവിടെ നിന്നാണോ ഈ ലീഡ് വന്നത് എന്ന് നമ്മൾ വൃത്തിയായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താണോ അവർക്ക് വേണ്ടത് എന്നുള്ളതും നമ്മൾ ഒരു 10 ലീഡ് സെറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ട് ലീഡ് മാഗ്നറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുക. അവർക്ക് വേണ്ട സാധനം എന്താണോ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാർജിന്, നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടിയിട്ടുള്ള ഹൈ ടിക്കറ്റ് സെയിൽസ് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്കുള്ള ലീഡ്സ് ശരിക്കും നമ്മൾ അത് പ്രോഫിറ്റിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സംഭവം പറയും. എന്റെ പേര് സുഹാസ് ചെപ്പാലി, ഐ എം എ പ്രോഫിറ്റ് സ്ട്രാറ്റജിസ്റ്റ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലത്തുള്ള ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബുക്ക് എ കോൾ വിത്ത് മീ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.